ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ഗാർലിക് ചിക്കൻ ഇൻ ബട്ടർ സോസിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓൾറെഡി ഈ ഗാർലിക് ചിക്കൻ വേറൊരു ഫ്യൂഷൻ വേയിൽ ചെയ്തത് ഇതിന് മുമ്പിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അതും കാണുക. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഈ ബട്ടർ സോസിൽ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വരൂ എന്നോടൊപ്പം. നമുക്ക് ഫസ്റ്റിൽ സ്റ്റെപ്പ് നമുക്ക് ഈ ചിക്കന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു 250 ഗ്രാംസ് ഉണ്ട്, 250-300. അതിലേക്ക് ഒരു ഹാഫ് ടേബിൾ സ്പൂണ് സോൾട്ട്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇറ്റാലിയൻ ഹെർബ്സ്, ഹാഫ് ടീസ്പൂൺ അനിയൻ പൗഡർ, ഹാഫ് ടീസ്പൂണ് ഗാർലിക് പൗഡർ, ഹാഫ് ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇത് ഞാൻ നേരത്തെ ഒരു ഫ്യൂഷൻ ചിക്കൻ ഗാർലിക് ചെയ്തില്ലേ, അതിൻ്റെ സെയിം മാരിനേഷൻ തന്നെയാണ് ഞാൻ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല. ഇത് നന്നായിട്ട് കോട്ട് ചെയ്ത് ഒരു മിനിമം ഒരു 20 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു കാര്യം, അതായത് കോൺ സ്റ്റാർച്ച് ഇല്ല എങ്കിൽ നമ്മൾക്ക് അതിന് സെയിം അളവിൽ മൈദ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ മൈദയെക്കാട്ടിൽ കുറച്ചുകൂടെ നല്ലത് ഈ കോൺ സ്റ്റാർച്ച് തന്നെ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തു. അത് ഒരു 20 മിനിറ്റ്സ് ഞാൻ വെച്ചിരുന്നു. നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതല്ല എങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ച് നമുക്കിത് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മാരിനേറ്റഡ് ചിക്കൻ ഒരു തവയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു തവയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഈ ചിക്കന് ഇട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഒത്തിരി നേരം വേണ്ട, ഒരു 3 മിനിറ്റ്സ് വൺ സൈഡ്, 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അത് ഫ്ലിപ്പ് ചെയ്ത് അതർ സൈഡ് തിരിച്ചിട്ടിട്ട് എഗെയിൻ ഒരു 3 മിനിറ്റ്സ്, ടോട്ടൽ 6 മിനിറ്റ്സിൻ്റെ കുക്ക് ചെയ്താൽ മതി ഈ ചിക്കൻ. ഞാൻ 3 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തിരിച്ചിട്ടു. ഇനി ഇത് 3 മിനിറ്റ്സിൽ തന്നെ മീഡിയം ഫ്ലെയിമിൽ കുക്കാകട്ടെ. അപ്പം ചിക്കന് ഈ ഫോമിൽ നമ്മൾ കുക്കാക്കുക. ഇനി എണ്ണ ഒട്ടും വേണ്ടാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എയർ ഫ്രയറിനകത്ത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സിൽ ഇത് കുക്കാക്കി എടുക്കാം. അതായത് 5 മിനിറ്റ്സ് അവിടെ 10 മിനിറ്റ്സിൽ 5 മിനിറ്റ്സ് കഴിയുമ്പോൾ പിന്നെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അതല്ല എങ്കിൽ ഫ്രൈങ് പാനാണ് യൂസ് ചെയ്തെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുക. ആ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് അൺസോൾട്ടഡ് ബട്ടർ എടുക്കുക. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ബട്ടർ ഗാർലിക് സോസാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുക. അതായത് ആ സെയിം പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇടുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഗാർലിക് ചോപ്പ് ചെയ്തത് ചെറുതായിട്ട് അരിഞ്ഞത് ഇടുക. എന്നിട്ട് ഇത് ഒരു 1 സെക്കൻഡ് ഒന്ന് മൂക്കുക ഈ ബട്ടറിൽ കിടന്ന്. ബട്ടർ അൺസോൾട്ടഡ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്.
എന്താ ഗാർലിക്കിൻ്റെ ആ പച്ച മണം എല്ലാം മാറി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ തീ കുറച്ചിട്ടേ നമ്മൾ ചെയ്യാവുള്ളൂ, ലോ ഫ്ലെയിമാണ് ചെയ്യേണ്ടത്. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണ് ഓൾ പർപ്പസ് ഫ്ലോർ, മൈദാപ്പൊടി അത് ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് മുമ്പ് വേറൊരു വീഡിയോ ഇട്ടിരുന്നു എന്ന്, അതേ സെയിം തന്നെയാണ്. പക്ഷെ അതിനകത്ത് ഞാൻ ഗരം മസാല, മുളക് പൊടിയൊക്കെ ഇട്ടിരുന്നു. നമ്മൾ ഇതിനകത്ത് അത് ഇടുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഇതിനകത്ത് ഞാൻ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 2 ക്യൂബ് മാഗിയുടെ എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യാണ്. അതൊന്ന് ഇതിനായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂണ് ക്രഷ്ഡ് കുരുമുളക്, ഒരു 1.5 ടീസ്പൂണ് ലെമൺ ജ്യൂസ്, ഒരു 1 ടേബിൾ സ്പൂണ് പാർസ്ലി ലീഫ്, ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, പാർസ്ലി ലീഫ്. ഇതിലേക്ക് ഒരു 1 കപ്പ് ഹോട്ട് വാട്ടർ ആഡ് ചെയ്യുന്നതാണ്. ഈ സോസ് ഇതാ തിക്കായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്തതായ ചിക്കൻ കൂടെ ആഡ് ചെയ്ത് ഒരു 2 to 3 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. ഈ സമയം നമ്മൾ ഇനി ഇതിനകത്ത് നമ്മൾക്ക് ഈ സോസിനകത്ത് സോൾട്ട് വേണമെന്ന് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. നല്ല സോസ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മളുടെ ഗാർലിക് ചിക്കൻ ബട്ടർ സോസിലുണ്ടാക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഞാനിവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് ആണ് യൂസ് ചെയ്യുന്നത്. അതല്ല നമുക്ക് പ്ലെയിൻ ബ്രെഡ് കൂടെ ഇത് ഉപയോഗിക്കാം. അതായത് കുബ്സ്, ചപ്പാത്തി, നാന, റൊട്ടി ഒക്കെ ഉപയോഗിക്കാം. നമ്മൾ റൈസ് ഇത് ആക്ച്വലി നമുക്കൊരു 1 ഡിഷ് പോട്ട് പോലെ ഉണ്ടാക്കാം. അതായത് നമ്മൾ ഈ പാസ്തയോ സ്പഗറ്റിയോ കുക്ക് ചെയ്ത ശേഷം അത് ഇതുമായിട്ട് മിക്സ് ചെയ്താൽ നല്ല ഒരു ഡിന്നറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ ഇങ്ങനെ ബ്രെഡിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യണം. എനിക്കിതിൻ്റെ ഫീഡ്ബാക്ക് തരണം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. ഇനി ഇതിൻ്റെ 3rd വേർഷൻ ഉണ്ട്. അതായത് അത് ഇന്ത്യൻ സ്റ്റൈൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അത് പിന്നാലെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും.